അപ്പോൾ ഓക്കെ ഒമ്പം കേസ്. എന്താണ് പരിപാടി? ഇന്ന് നമ്മളെ തെങ്കോട് സ്കൂളിൽ കുട്ടികൾക്ക് ചെറിയൊരു ബിരിയാണി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര കിലോ? ഇത് 15 കിലോ ചിക്കൻ ദം ബിരിയാണി. പരിപാടി നമ്മൾ നേരത്തെ തുടങ്ങി. വേണ്ട പരിപാടിയെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ അതിൽ പൊടികളും പിന്നെ നമ്മളെ സ്പെഷ്യൽ മസാല കൂട്ടും നമ്മളെ ഇറച്ചിയും കൂടെ കിട്ടാൽ മതി. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് രാവിലെ വന്ന് ഇതെല്ലാം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കളിയും കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പോൾ എണിച്ച് വന്നേ ഉള്ളൂ. കണ്ട ക്യാമറയും കൊണ്ട് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ പരിപാടി. അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറെ ദിവസം സെറ്റ് ചെയ്യാം. നമ്മൾ ഇറച്ചി കഴുകി നോർമൽ നല്ല വൃത്തിയിട്ട് കഴുകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിതിൽ ഒഴുക്കുള്ള ഒഴുകുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അന്നേരം ഇതിൻ്റെ വൃത്തിയാവുള്ളൂ പൂർണ്ണമായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഇതിലാകെ ചേർക്കുന്ന ഒരു മസാല എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രമേ ഉള്ളൂ. നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ച ഈ ഒരു മസാല കൂട്ട്. വേറെ ഇതിൽ പച്ചക്കറി അല്ലാതെ വെജിറ്റബിൾസ് അല്ലാതെ വേറെ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യില്ല. അപ്പോൾ സീക്രട്ട് ആണെന്ന് പറയാല്ലേ? സീക്രട്ട് അല്ല, ഇത് ഓരോ പാചകക്കാർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട്. ഞാൻ എൻ്റെതായ സ്റ്റൈൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പരീക്ഷണമാണ്. 2 പിടി ചിക്കൻ ബിരിയാണിയുടെ പ്രധാന ഐറ്റമായ ചിക്കൻ നമ്മൾ അങ്ങോട്ട് ചാടിക്കാൻ പോകും. ചാറ അരിയെ അളന്ന് വെക്കാം. ആദ്യം അരി എത്ര ഉണ്ടെന്ന് വേണമല്ലോ നമുക്ക്. സൺഫ്ലവർ, വെള്ളം ആവശ്യത്തിന്. ഇപ്പോൾ കല്ലുപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഇവിടെ ഇല്ല. വെള്ളം തിളച്ചേ. സംസാരിച്ചുകൊണ്ട് സമയം പറഞ്ഞു. ഇനിയിപ്പം അരി അങ്ങ് തിളയാം. ബിസ്മില്ലാ. അപ്പോഴേ നമ്മളെ ചിക്കൻ ആണ്ട പാകമായിട്ടുണ്ട്. ഇനി ഇതിനെ വലിയ പൊടിയാത്ത രീതിയിൽ നമ്മളിതിനെ സെറ്റ് ചെയ്യണം. ഇതിപ്പം ഹാഫ് വേവ്, ചെറിയൊരു വേവായിട്ടുണ്ട്. നമ്മളിത് വലിയ ചൂടൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ചെറിയൊരു കനലിട്ട് വേവിച്ചല്ലോ. അപ്പം എല്ലായിടത്തും നമുക്ക് പെട്ടെന്ന് എത്തും. അപ്പോൾ അളിയാ നമ്മളെ ബിരിയാണിയുടെ പരിപാടി ഏകദേശം ഫിനിഷ് നമ്മൾ ദമ്മിട്ടവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വലിയ കിച്ചൺ, നമ്മളെ റോയലിൻ്റെ കിച്ചണിലാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. റോയൽ കാറ്ററിംഗ്. അപ്പോൾ വലിയ പരിപാടികളല്ല റോയൽ കാറ്ററിംഗ്. നമ്മളെ ചെറിയ പരിപാടികൾ നമ്മളെ പുതിയ കടയിലേക്കുള്ള പ്രിപ്പറേഷൻ മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യണത്. നമ്മളെ പരിപാടി ഇപ്പോൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്, തെങ്കോട് സ്കൂളിൽ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുക, കുട്ടികൾക്ക് ഇത് വിളമ്പി കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, തിരിച്ചു വരിക. അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഓക്കെ ഒമ്പം കേസ്.